ഒരാഴ്ച 3000+ കിലോമീറ്റേഴ്സ് വരും ദുബായ് ടു സലാല റോഡ് ട്രിപ്പ്. പ്രകൃതി രമണീയമായ സുന്ദര കാഴ്ചകൾ. ആ സുന്ദര കാഴ്ചകളെ മനസ്സിലും ക്യാമറയിലും പകർത്തിയ സുന്ദര നിമിഷങ്ങൾ. പട്ടം പറപ്പിക്കലും മലകയറ്റങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊതുകങ്ങളായിരുന്നെങ്കിൽ നമ്മുടെ ശ്രീമതിമാരെ ഹാപ്പിയാക്കിയത് കുന്നിമുകളിലുള്ള ടെൻ്റടിച്ചുള്ള ജീവിതവും ഫാമിലെ റിയൽ ലൈഫുമായിരുന്നു. യാത്രയുടെ 4ാം ദിവസമായി ഞങ്ങൾ ഇന്ന് പോയത് അയൻകോറിലേക്കായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ മഴ കുറവായതുകൊണ്ട് വെള്ളം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തു. അതേമാതിരി അപ്പോൾ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സൊക്കെ നമ്മൾ നോക്കി, റീസെൻറ്റ് അപ്ലോഡ്സൊക്കെ നോക്കി. അങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്ത് അയൻകോറിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ 2 days ബിഫോറൊക്കെ മഴ വെള്ളം വരുന്നതും അതേമാതിരി വെള്ളം കെട്ടി നിൽക്കുന്നതും അങ്ങനത്തെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അയൻകോർ എന്ന് പറയുന്നത്, എസ്പെഷ്യലി അവിടെ വെള്ളമുള്ള സമയത്ത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഞങ്ങൾ പോയ ദിവസം അവിടെ അത്രയ്ക്കും ഓൺലൈനിൽ നമ്മൾ റിസർച്ച് നടത്തി പോയിട്ടും അവിടെ ചെന്നിട്ട് അവിടെ ഒരു തരി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ മാതിരി വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ അയൻകോറിന് വിടാം. വെള്ളമില്ലേ തവണ, എന്നാലും ഞങ്ങൾ പോവാണ്. ബൈ ബൈ. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം സഹൽനൂത്ത് എന്ന് പറയുന്ന വീണ്ടും ഒരു വാട്ടർഫോൾ ആയിരുന്നു. കോറിലെ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് അറിയാമായിരുന്നു വെള്ളം കാണാൻ ചാൻസ് ഒന്നുമില്ല, എന്നാലും ഞങ്ങൾ വെറുതെ ഒരു റിസ്ക് എടുക്കുകയായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തേക്കായും നമ്മളെ സന്തുഷ്ടരാക്കിയത് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും അതേമാതിരി ആ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയായിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ്, അതിനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ മലനിരകൾ, പച്ചമുടിയ മലനിരകൾ. ആ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുള്ള ഒരുപാട് ലോക്കൽസ്, ഒമാനീസ് അവിടെ വന്നിട്ട് ഫാമിലിയൊത്ത് വന്നിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പട്ടം പറപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇതെന്തായാലും നല്ല സ്പോട്ടാണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു മൊട്ടക്കുന്നിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം വളരെ കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ വീണ്ടും തിരിച്ച് ഇത്തിരി കൂടി അകത്തേക്ക് യാത്ര ചെയ്യാണ്. പിള്ളേർക്കൊരു രസമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തുറന്ന് അവരെ പുറത്തെ കാഴ്ചകളൊക്കെ അതിൽ കൂടെ റൂഫ് ടോപ്പിൽ കൂടെ കാണിച്ചു. അപ്പോൾ അവർക്കും അതൊരു റിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ അടിച്ച് അവന്മാരോരെ കോപ്രായൊക്കെ കാണിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസിൽ. അങ്ങനെ കുറേ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു വഴി കണ്ടു. അതിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ആകുമ്പോൾ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ആൾക്കാർ ടെൻ്റ് അടിച്ചിരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഫാമിലിയൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കാണാം, നമ്മൾ മാത്രമേ ഉള്ളൂ ആ പോകുന്ന ഒരു ഏരിയയിൽ. അങ്ങനെ ഞങ്ങൾ ആ ഏറ്റവും എൻഡിലുള്ളൊരു സ്പോട്ടാണ് പിടിച്ചത്. പല മൂവീസിലും നമ്മൾ കേട്ടിട്ടില്ലേ, സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണെന്ന്. എനിക്കന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് തോന്നി. അതെ, സ്വർഗമുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. അങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞാശാൻ കാറ്റടിച്ച് പിടിച്ച് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ സ്വന്തം പാക്കേജിലോ പോകുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. അതായത് ഏതെങ്കിലും ഒരു സ്പോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ചൂട് ചായ, അതിലും നല്ല ചൂട് ചായ. എത്ര
എത്ര ടൈം സ്പെൻഡ് ചെയ്താലും മതിയാവാത്ത ഒരു സ്ഥലമായിരുന്നു അത് കാരണം തന്നെ ആർക്കും അവിടെ നിന്ന് നീങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ടെൻറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. നമ്മുടെ സലാലയിൽ വന്നിട്ടൊരു മസാല ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്തല്ല ലൈഫ്. നമ്മൾ കേട്ടറിഞ്ഞപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പിടിച്ചു റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ നിന്ന് കിട്ടിയ ചായയാണ്, കാണാൻ തന്നെ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇങ്ങനെ കുടിക്കണമെന്നാണ് പറയുന്നത് അവർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രൈ ആക്കാം. പറഞ്ഞ മാതിരി ലെയേഡ് ചെയ്യാമെന്നാണ് അതിന് പറയുന്നത്. നോക്കുമ്പോൾ ഇവിടെ പല ലെയേഴ്സായിട്ടുണ്ട്, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇത് ഇളക്കാനായിട്ട് ഒരു കോലൊക്കെ തന്നു, ഐസ്ക്രീം കോല്. അപ്പോൾ ലെറ്റ്സ് സീ. ഗൾഫിലെ കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൻ്റെതായ തെങ്ങും വാഴയും അതേമാതിരി കപ്പങ്ങയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ഫാം വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു ഫാമിലേക്ക് പോയേ. നമ്മുടെ കുട്ടിക്കാലത്ത് നൊസ്റ്റാൾജിയ പുതുക്കാനാണെന്ന് അറിയില്ല, മമ്മിച്ചി അവിടെ വെച്ചിട്ട് ജോഷുവിനും പാച്ചുവിനും മച്ചിങ്ങും കൊണ്ട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതിനിടയിൽ നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് അവരെയും ഈ കാഴ്ചകളൊക്കെ കാണിച്ചു. നമ്മുടെ സലാലയിലെ 4ാം ദിവസം കോക്കനട്ട് ഫാമും അതേമാതിരി നമ്മുടെ പ്ലാന്റേഷൻസും അങ്ങനെ പല കൃഷികൾ. തനി കേരളം പോലെ തോന്നുന്ന ഒരു ഫാം. അപ്പോൾ ആ ഫാമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പഴക്കൊല ചെക്ക് ചെയ്യുന്നു ബാജു. സലാലയിൽ വന്നിട്ട് വിളവെടുപ്പ്, കപ്പങ്ങ വിളവെടുപ്പ് നടത്തുന്ന കേട്ടോ. ഇവിടുത്തെ പപ്പായ തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചെടുക്കണം. നമ്മുടെ കയ്യിൽ കത്തിയില്ല, അപ്പോൾ വണ്ടിയിലെ കത്തിയിരിക്കണേ. നമ്മൾ പക്ഷേ വെയിറ്റ് ചെയ്യണില്ല, കയ്യോടെ കഴിക്കാമെന്ന് വിചാരിക്കണം. വാവ്, നമ്മൾ കുറേ നാൾ യു എയിൽ നിന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം. ഫീലിംഗ് ഗുഡ്, ഫീലിംഗ് വെരി എന്താ പറയുക, നൊസ്റ്റാൾജിക്. തോട്ടത്തിൽ നിന്ന് പാച്ചുവിന് പറിച്ച കപ്പങ്ങ പാച്ചുവിന് കൊടുക്കണം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാന്ന് പറഞ്ഞേ. സൂപ്പർ. കൊള്ളാം, നല്ല മധുരമുണ്ട്. അടിപൊളി, നല്ല പഴുത്ത നല്ല മധുരമുള്ള സാധനം. സൂപ്പർ. എന്താണ് വേണോ? ഞാൻ പിടിച്ചോളാം. ജോഷു എന്തിനാണ്? ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ബീച്ചുകളൊക്കെ അന്ന് ഇത്തിരി വൈൽഡായിരുന്നു. അതുകൊണ്ട് ആരെയും കുളിക്കാനൊന്നും ഇറക്കണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ കരയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ബീച്ചും വെള്ളം എന്ന് പറഞ്ഞാൽ ലവന്മാർക്ക് ജീവനാണ്. അത് കാരണം അവിടെ പോയാൽ പിന്നെ ടൈം പോകുന്നത് അറിയേയില്ല. അവിടെ നിന്ന് കയറാനായിട്ട് വലിയ മടിയാണ്. അപ്പോൾ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ ഉഷാറാണ്. അപ്പോൾ കിട്ടിയ സമയമൊക്കെ തിരമാലകളോട് കളിച്ച് അങ്ങനെ ചിലവഴിച്ചു. എവിടെ പോയാലും നമ്മുടെ കയ്യൊപ്പ് പതിപ്പിക്കണമെന്നാണല്ലോ പണ്ടത്തെ ആൾക്കാർ പറയുക. ബീച്ചിൽ പോയാൽ അത് എല്ലാവരും കാൽപാദങ്ങളായിരിക്കും പതിയുക. പക്ഷെ ഞങ്ങളിവിടെ പോയപ്പോൾ ഞങ്ങളുടെ കലയാണ് പതിപ്പിച്ചത്. അവിടെ വെച്ച് ചെറിയൊരു മണ്ണ് കൊണ്ടൊരു വീടുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ജോഷ് ഓടിപ്പോയി അവിടെ നിന്ന് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിൻ്റെ കുറേ ക്യാപ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തും കൊണ്ടുവന്ന് അത് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് ചെറിയൊരു കൊട്ടാരം മാതിരി ഉണ്ടാക്കി.
അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലേക്കാണ്. ടോയ്സും അതേമാതിരി കുന്തിരിക്കയും ഡ്രസ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഒട്ടുമിക്ക കടകളിലും തന്നെ നമുക്ക് മലയാളീസിനെ കാണാൻ പറ്റി. അതേമാതിരി പിന്നെ ഒമാനീസ് ഉണ്ടായിരുന്നു അവിടെ. അവിടെ നമ്മൾ കുറച്ച് കുന്തിരിക്കയും അതുപോലെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. നമുക്ക് അവിടുത്തെ ഹോട്ടൽസ്, അത്യാവശ്യം നല്ല ഹോട്ടൽസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ സ്റ്റേ ചെയ്തത് ഹംദാൻ പ്ലാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളും ടെന്നീസ് കോർട്ടും അങ്ങനെ ജിമ്മും അങ്ങനെ പല ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ടുള്ള കലാപരിപാടികളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് എഴുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനാണ് ഉണ്ടായത്. അടുത്തായിട്ട് ഞങ്ങൾ പോയത് സിങ്ക് ഹോൾ കാണാനാണ്. തവിയത്തയറിലെ സിങ്ക് ഹോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അവിടെ സ്റ്റോപ്പൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ വാദി ദർബത്തിലേക്ക് ഒരു സെക്കൻഡ് ഡേ കൂടി ട്രിപ്പ് വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല സലാല ക്ലൈമറ്റാണ്. നൂല് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നോക്കിയറിയാം, നല്ല മഞ്ഞ്. ശരിക്കും ഈ വഴിയിൽ ഫുള്ള് വെള്ളം അവിടുന്ന് മലമുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന് താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു സീനറിയാണ് ശരിക്കും ഉള്ള സമയത്ത് ഉണ്ടാവുക. അപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ മേ ബി ഒരു 1 വീക്കിനുള്ളിൽ അങ്ങനത്തെ ഒരു കാഴ്ചയായിരിക്കും ദർബത്തിൽ വരുന്നവർ കാണാൻ പോവുക. മച്ചാനെ, ടെമ്പറേച്ചർ എന്നാ ഇருக்கு? ഇപ്പോൾ 23 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ വന്നപ്പോൾ 41 ഡിഗ്രി ആയിരുന്നു. ഇന്ന് ഞങ്ങളുടെ സലാലയിലെ 5ാം ദിവസമാണ്. സലാല ക്ലൈമറ്റിൽ നമുക്ക് കിട്ടുന്നത് 23 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ റിയൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കം എൻജോയ്. തപ്പി ഞങ്ങൾ കുറച്ച് അലഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സെയിം സ്ഥലത്ത് കൂടെ ഞങ്ങൾക്ക് ഒരു വഴി മിസ്സായി. അപ്പോൾ ആ സെയിം സ്ഥലത്ത് കൂടെ തന്നെ 2-3 പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നു. ഞങ്ങൾ അവിടുത്തെ ലോക്കൽസിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ ചിലർ വഴി പറഞ്ഞു തന്നു. ചില ടൂറിസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവരും വഴി പറഞ്ഞു തന്നു. എന്നിട്ട് വീണ്ടും മിസ്സായി നമ്മൾ സെയിം സ്ഥലത്ത് കൂടെ ഇങ്ങനെ കുറച്ച് കറങ്ങി. അപ്പോൾ ഇത് തവിയത്തേറ് തപ്പി നടക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. അവസാനം ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ചെന്നപ്പോഴാണ് അവിടെയാണെങ്കിൽ താഴേക്ക് ഇറങ്ങണം. ഞങ്ങളിപ്പോൾ നമ്മുടെ തവിയാറ്റ് സിങ്ക് ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടം വരെയാണ് ശരിക്കും ഒഫീഷ്യൽ പെർമിഷൻ ഉള്ളൂ നമുക്ക് താഴേക്ക് പോകാനായിട്ട്. പിന്നെ ഇത് അവർ ഓൺ സേഫ്റ്റിയിൽ താഴേക്ക് പോകാമെന്ന് പറയുന്നത്. നമ്മൾ ഡീപ്പ് ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് സിങ്ക് ഹോളിൽ താഴത്തുനിന്നുള്ള വ്യൂ. ഇപ്പോൾ മേ ബി ഒരു ഹാഫ് വേ ആയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി കാണാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് വന്നേ. ഇനിയും കുറേ കൂടി പോകാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല, മഴ പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കുത്തനെ താഴത്തേക്കുള്ള ഇറക്കാണ്. നമ്മൾ നോർമൽ ഇതൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്, ചപ്പലൊക്കെ. അപ്പോൾ വരാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ട് വരാം. അപ്പോൾ മക്കളെ, ഇപ്പോഴും നമ്മൾ ഹാഫ് വേ എത്തിയിട്ടുള്ളൂ. യു ക്യാൻ സീ ഇവിടെ ഒരു 100 മീറ്റർ മുന്നോട്ട് തുടങ്ങിയിട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ വഴികളുണ്ട്. ഇത് ചെറിയ കോണിയുണ്ട്, ഈ ചെറിയ കയറുണ്ട്, അതുമേ പിടിച്ച് കയറണം. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും മോർ റിസ്കിയർ. അവിടെ കാണാൻ പറ്റും ചെറിയ ഇതൊക്കെ പോലെ, ഏണി പോലെയൊക്കെ. എന്നിട്ട് നമ്മൾ ആ ഡെപ്തിലോട്ടാണ് ചെല്ലുന്നത്. ആൻഡ് വി ക്യാൻ സീ ദ സിങ്ക് ഹോൾ ഇൻ ദ അതർ സൈഡ്. ആൻഡ് അതെല്ലാം സിങ്ക് ഹോളിൻ്റെ ഭാഗമാണ്. സോ ഇറ്റ്സ് വെരി റിസ്കിയർ. ഇപ്പം എൻ്റെ ഒരു ഒബ്സർവേഷൻ പ്രകാരം നമുക്കിത് ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ. ഇത് ഈ ഒരു കയറും കണ്ടില്ലേ അവിടെ വരെ. അപ്പോൾ നമ്മൾ തിരിച്ച് കയറാണ്. കാരണം നമ്മുടെ ഫാമിലി അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കയറുകയാണ് ഇവിടെ നിന്ന്.
A panoramic view from Singhol. നമ്മൾ അതിൻ്റെ ഒരു തൊട്ട് മുമ്പ് വെച്ച് നിർത്തി. സോ ദിസ് ഈസ് സിംഹോൾ. നല്ല തണുത്ത ക്ലൈമറ്റാണ്. സ്റ്റിൽ നമ്മൾ വേർത്ത് കുളിച്ചു. അപ്പോൾ നമ്മൾ സിംഹോളിലെ ട്രെക്കിംഗ് കഴിഞ്ഞു. താഴത്ത് വരെ ഒരു 75% താഴത്തെത്തി. എനിക്ക് തോന്നുന്നു പിന്നെ താഴത്തോട്ട് ഇല്ല എന്ന് തോന്നുന്നു. നമ്മളത് ട്രൈ ചെയ്യാൻ നിന്നില്ല. ഹൗ വാസ് ഇറ്റ്? ഗുഡ്. അപ്പോൾ നമ്മൾ തിരിച്ചു കയറാം. നമ്മുടെ ഫാമിലീസ് മുകളിൽ വെയിറ്റിംഗ് ഉണ്ട്. അവരൊരു 30-35 മിനിറ്റ്സ് വൺ സൈഡ് ട്രെക്കിങ്ങിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനിയും 35 മിനിറ്റ്സ് എടുക്കും. സോ വി ആർ സൈനിങ് ഓഫ് ഗൈസ്. ഫൈനലി തിരിച്ചെത്തി ഗൈസ്. ഹൗ വാസ് ഇറ്റ്? അടിപൊളി. ഇതാണ് നമ്മൾ പോയ സ്ഥലം. അങ്ങ് അടിയിൽ ഇവിടെ നിന്ന് കാണാനും കൂടി പറ്റില്ല, അത്രയും താഴ്ചയിലാണ് നമ്മൾ പോയത്. സോ സൈനിങ് ഓഫ്. സിംഘോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പോയത് ഞങ്ങൾ വാദി ഹനയിലേക്കാണ്. അതൊരു നാച്ചുറൽ പൂളാണെന്നാണ് പറയുന്നത്. ഒരിക്കലും പറ്റാത്ത ഒരു നാച്ചുറൽ പൂൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ നല്ല മഞ്ഞും ഇതൊക്കെ മൂടി നല്ല മലനിരകളൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി. അവിടെയാണെങ്കിൽ ഹൈക്കിങ്ങിനായിട്ടൊരു സ്പോട്ടും ഉണ്ട്, അതേമാതിരി തന്നെ ഈ പൂളും ഉണ്ട്. അപ്പോൾ ഹൈക്കിങ്ങിന് പോകണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഈ മഞ്ഞു മൂടിയ മലനിരകളിലൂടെ അങ്ങനെ മുകളിലേക്ക് അങ്ങനെ കയറി നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഹൈക്കിങ്ങിന് നിന്നില്ല, ഈ ചെറിയന്മാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമുക്കവിടെ ഒരു വലിയൊരു പാർക്ക്, എസ്പെഷ്യലി ഫാമിലിക്കും കിഡ്സിനും, മെയിനായിട്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു പാർക്ക് കണ്ടത്. അപ്പോൾ അവിടെ കുതിരയും ഒട്ടകവും പിന്നെ ട്രെയിനും കോഡ് ബൈക്കും അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നാലേ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറാം, പിള്ളേരെയും ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി നമ്മളൊരു ഹോഴ്സ് റൈഡൊക്കെ എടുത്തു കുട്ടികൾക്ക് വേണ്ടി. അതേമാതിരി മുതിർന്നവരൊക്കെ ക്യാമൽ റൈഡ് നടത്തി. ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് കിഡ്സിനുള്ള ട്രെയിനിലൊക്കെ കയറി കുറച്ച് റൈഡൊക്കെ നടത്തിയിട്ടാണ് ജോഷും ബാച്ചും ഇറങ്ങിയത്. പൊളിക്കോ? ബൈക്കിങ്ങിൽ ബാലപാടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ സലാല മണ്ണിൽ അല്പസമയം റേസിംഗ് നടത്തിയിരുന്നു. നാളെ എന്തായാലും തിരിച്ചു പോകണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കണ്ടതാണെങ്കിലും അവിടുത്തെ ലോക്കൽ ഫ്രൂട്ട് മാർക്കറ്റിലേക്ക് ഒന്നുകൂടി പോയി അവിടെ ഒന്നുകൂടി എക്സ്പ്ലോറൊക്കെ ചെയ്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടെ നിന്ന് തന്നെ കഴിക്കുകയുണ്ടായി. അങ്ങനെ സലാലയോട് വിട പറയാനായിട്ട് ഞങ്ങൾ മനസ്സാ റെഡിയായി. അപ്പോൾ 6 ദിവസത്തെ സലാല വാസത്തിന് ശേഷം നമ്മൾ ദുബായിക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആട്ടോ സ്പൈസസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫേമസ് ആണെന്ന് തോന്നുന്നു, നല്ലൊരു സ്പേസാണ്. അപ്പോൾ 2 ബിരിയാണിയൊക്കെ മേടിച്ച് ഓൺ ദ വേയിൽ കഴിക്കാനായിട്ട് നമ്മൾ സലാലയിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ അനുസരിച്ച് ഇന്ന് നിസ്വയിൽ ചെന്നിട്ട് ഒരു
നൈറ്റ് സ്റ്റേ ചെയ്യാമെന്നും നാളെ രാവിലെ ദുബായിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബൈ സലാല, ലവ് യു സലാല, വി വിൽ കം അഗൈൻ. ബൈ 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 ബൈ. ബൈ 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 ബൈ. ഞങ്ങൾ നിശ്ചയിച്ചിരുന്ന സ്പോട്ട് എത്താൻ വേണ്ടി അന്ന് രാത്രി 12 മണിയോളം നമുക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അതിലെ മെയിൻ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നല്ല പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 8 ദിവസത്തെ ടൂർ അടിപൊളിയാക്കാൻ സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പാച്ചു ആൻഡ് ജോഷു ആൻഡ് പാച്ചു ഫോർ ദ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് എൻ്റെ അമ്മയുടെ ആൻഡ് ഫുഡ് കൺവീനർ മമ്മിച്ചി, ഡ്രൈവർ നാവിഗേറ്റർ പറഞ്ഞു, നാവിഗേറ്റർ മേമ, എല്ലാവർക്കും കമ്പനിയുടെ പേരിലും ബൈ 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 സലാലയൊക്കെ കഴിഞ്ഞു. ബൈ ബൈ ഒമാൻ പറ. ബൈ ബൈ ഓമാൻ.